കൂട്ടുകാർക്കും സൈഗസ് വിഷൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞങ്ങൾ റെഡിയായി ഒരിടം വരെ പോവുകയും ഇവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് കാഴ്ചകൾ പറഞ്ഞില്ലേ, പിന്നെ എല്ലാം ഓരോ അപ് ടു ഡേറ്റ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ്. അതാണ്. പിന്നെ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു, ദോശയും ഇന്നലത്തെ മീൻകറിയൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെയുള്ള വീഡിയോ ഒന്നും വീട്ടിലെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തില്ല. നമ്മൾ വഴിയിൽ പോകുന്ന കാഴ്ചകൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചോട്ടോ. നമുക്ക് പോവാല്ലേ? മീനക്കുട്ടി ഉണ്ട് കേട്ടോ, വണ്ടി കയറി ഇരിക്കുകയാണ്. ഇന്നാളെ എടുത്ത പുതിയ തുണിയാണെന്ന് അത് വീഡിയോയിൽ അവർ കണ്ടു കാണും. അതെ കൂട്ടുകാരെ, നമ്മളിപ്പോൾ നെടുമങ്ങാട് എത്തി. അപ്പോൾ ഇതാണ് വണ്ടി പോയതാണ് വണ്ടി പോയത്. നമ്മളിതാ ഈ കോടതി കാണിക്കുന്നതാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോഴാണ് പിന്നെയും വണ്ടികൾ നിങ്ങൾ കോടതി. അപ്പൊ ഇതാണ് നെടുമങ്ങാട് കോടതി. അപ്പൊ ഇത് കോടതി എന്തെന്ന് വെച്ചാൽ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മീൻ ചോദിച്ചിട്ട് എന്താ അമ്മാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കോടതി. അപ്പൊ മീൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോടതി കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ നിങ്ങൾ ഒരു വീഡിയോ കൂടി എടുക്കാന്ന് വെച്ചാൽ. അപ്പൊ ഇതാണ് നമ്മുടെ നെടുമങ്ങാടുള്ള കോടതി. ഇതാണ് KSRTC സ്റ്റാൻഡ്. അപ്പൊ ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ബസ്സൊക്കെ പുറത്തൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്കുള്ള വഴയില എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ ഇപ്പോൾ റോഡ് പണി. എന്തിനാണ് ഇവിടുത്തെ പ്രത്യേകത? കരകുളം വഴയില റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റോഡ് അടച്ചിട്ടൊക്കെയാണ്. പകരം പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് ഒരു ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൈപ്പ് ലൈൻ റോഡാണ്. നമ്മുടെ മെയിൻ റോഡിന്റെ പാരലായിട്ടാണ് ഈ റോഡ് പോകുന്നത്. ഇത് ടാർ ചെയ്യാറില്ല, ഈ റോഡ് പൈപ്പാണ് ഇതിന്റെ അടിയിൽ പോകുന്നത്. വലിയ വണ്ടി പൊയ്ക്കൂടെ. ചെറിയ വണ്ടികളൊക്കെ തൽക്കാല ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന വഴിയാണ് അല്ലേ. 2 ദിവസം കൊണ്ട് അടുപ്പിച്ച് മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ചെളിയായിട്ടോ. റോഡ് മുഴുവൻ ചെളിയായിട്ട് കിടക്കണേ. റോഡിലെ ചെളി കണ്ടോ കൂട്ടുകാരെ? ചെളിയിൽ പൂന്തിയാണ് വണ്ടികളെല്ലാം പോകുന്നത് കേട്ടോ. ഇതിലെ പോകുമ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് വണ്ടിയെല്ലാം നല്ല വൃത്തിയായി കഴുകേണ്ടി വരും. അത്രമാത്രം ചെളി കേട്ടോ. കണ്ടോ? നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബീമുകളൊക്കെ അടിച്ചേക്കുന്നതാണ്. നമ്മളെ ആറിന്ന് തന്നെ ബീം അടിച്ച് കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ മെയിൻ റോഡായിരുന്നു. റോഡ് ഇപ്പൊ ഇല്ല. റോഡ് മൊത്തം ഇടിച്ചു മാറ്റിയിട്ട് അവര് അത് പാലം ചെയ്യാൻ വേണ്ടിയുള്ള ബീമുകൾ ചെയ്തുകൊണ്ട് വരികയായിരുന്നു ഒരു സൈഡിൽ. നമ്മളപ്പോ അതിന്റെ തൊട്ട് മേലൂടെ പാരലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ മുകളിലൊക്കെ കാണാൻ. ഫുള്ള് പച്ച 6 സൈഡുകളുണ്ട്. വരുമ്പോഴത്തേക്ക് ഈ റോഡിന്റെ അടിയിൽ കൂടെ 6 ജന പോയിക്കൊണ്ടിരിക്കും. പാരലായിട്ട് തന്നെ റോഡും പോകും. ഈ കിടക്കുന്നത് റോഡ് പണിക്കുള്ള മിഷനറീസ് ആണ് കേട്ടോ. ഏറ്റവും ടോപ്പിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ളത്. നമ്മളിപ്പോ കരകുളത്ത് എത്തി കൂട്ടുകാരെ. വഴിയോര കച്ചവടം തകൃതിയായിട്ട് നടക്കുകയാണ്. എന്താ കണ്ടോ? ഇത് കണ്ടോ? റോഡ് പണിയുടെ ഭാഗമായിട്ട് വീടുകളൊക്കെ എന്താ പൊളിച്ചതാണ് കേട്ടോ. നമ്മുടെ കരകുളം ഏരിയയിലുള്ള സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ പൊളിച്ച ജനല്, കട്ടിള, വാതില് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അത് കച്ചവടവും ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ റേറ്റില് കിട്ടും കേട്ടോ. പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒത്തിരി ഉപകാരമാണ് കേട്ടോ അങ്ങനെ വില കുറച്ച് കിട്ടുന്നതൊക്കെ. ഞങ്ങൾ ഒരു ജനല് വാങ്ങിയത് അങ്ങനെയുള്ള ഒരിടത്തു നിന്നാണ് കേട്ടോ വാങ്ങിയത്, ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കാനായിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ കൂട്ടുകാരെ, നമ്മളിപ്പോ പേരൂർക്കട എത്തി. അപ്പൊ റോഡിന്റെ നടുക്ക് കുറെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ ചെടികളൊക്കെ പോയി, കുറെ ചെടികളൊക്കെ ഉണ്ട് അല്ലേ മീനക്കുട്ടി? അങ്ങോട്ടൊക്കെ നല്ല ചെടികളുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഞാൻ വീടെടുക്കുന്ന സമയത്ത് ആ ചെടികളൊക്കെ പോയി. പേരൂർക്കട എത്തിയല്ലേ നമ്മള്? അല്ലേട്ടാ, പേരൂർക്കട എത്തി. പേരൂർക്കട അല്ല, പേര് കേട്ട ജ്വല്ലറി. പേരൂർക്കട എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ വളഞ്ഞു വന്നിരുന്നത്. പേരൂർക്കടത്തെ ബ്ലോക്ക് അല്ലേ? പേരൂർക്കട വരുമ്പോ എന്തും ബ്ലോക്ക് കാണും. ബ്ലോക്ക് ഇല്ലാത്ത എന്ത് പേരൂർക്കട. അങ്ങനെ ഇപ്പൊ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മൾ അയ്യോ പിന്നെയും ബ്ലോക്കാ? അല്ല, പിന്നെയും ബ്ലോക്ക്. രക്ഷപ്പെട്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ പിന്നെയും ബ്ലോക്കിലെത്തി. ഷോ ഇപ്പൊ നമ്മള് കവടിയാർ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക്. 1 മണിക്കൂർ ഏകദേശം അല്ല, 1 മണിക്കൂറല്ലോ, ഒരു അരമണിക്കൂറോളം ആവും കേട്ടോ. ഞങ്ങൾ ഈ ബ്ലോക്കിൽ കിടക്കണേ എഴഞ്ഞ് ഇങ്ങനെ പോകുന്നു. 3/4 മണിക്കൂറായി. അപ്പോഴും മീനക്കുടി ഇവിടെ നമ്മളടുത്തൊരു ബസ് വന്ന് കിടപ്പുണ്ട്. അപ്പൊ അതിലെ പരസ്യം വായിച്ചോണ്ടിരിക്കണം. ടീച്ചറമ്മ സീരിയൽ പരസ്യം. ജീവിത പരീക്ഷയായ ഒരമ്മ തിങ്കൾ മുതൽ ഞായർ മുതൽ 8 PM മീൻ പരസ്യമൊക്കെ വായിച്ചോണ്ടിരിക്കണം. നമ്മൾ കുറെ നേരം കൊണ്ട് ഇവിടെ കിടക്കാനുണ്ട്. ഇത്തിരി ബ്ലോക്ക് മാറിയെന്ന് തോന്നുന്നില്ല, മാറിയില്ല. ഈ സമയത്തൊക്കെ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇത്
ഇങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല ബ്ലോക്കാണ്. ഈ സമയം എന്നല്ല, എപ്പോഴാണെങ്കിലും ബ്ലോക്ക് തന്നെയാണ്. സിറ്റി കയറിയ ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ കവടിയാറ് ബ്ലോക്കിലൊക്കെ കിടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പം നമ്മൾ ഏകദേശം മ്യൂസിയം അടുപ്പിച്ചെത്താറായി കേട്ടോ. മ്യൂസിയം എത്താറായി, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ കുറേ നേരം ബ്ലോക്കിൽ കിടന്നു. ഇതെവിടെയാണ് മീനു? മ്യൂസിയം. മീനൊരു വല്ല പരിചയമുണ്ടോ ഈ മ്യൂസിയം? ചേട്ടാ മീനു ഇവിടെ നിർത്താം, മീനു ഇവിടെ കയറി നിന്നോളാന്ന് മ്യൂസിയത്ത്. നമ്മളിപ്പോൾ എത്തിയത് എവിടെയാണ് കേട്ടാ? തമ്പാനൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. വലത് സൈഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയും ബ്ലോക്കാണ്. കേട്ടോ, ബഹുനില പാർക്കിംഗ്, കാർ പാർക്കിംഗ്. ഞാൻ ഇതെന്തെന്ന് മണ്ടയിലും പാർക്ക് ചെയ്യാം കാറ്. അതിന് വേണ്ടി തമ്പാനുള്ള സൗകര്യം ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത്. അതായത് കേട്ടോ, ഒരുപാട് അങ്ങുണ്ടോ കണ്ടോ. കൂട്ടുകാരെ, നമ്മളിപ്പോൾ അതാ എത്തിയിട്ടുണ്ട്. എവിടെയാണ് കേട്ടാ? കിഴക്കേ കോട്ടയിൽ എത്തിയിട്ടുണ്ട്. കോട്ടയ്ക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ആവശ്യമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മൾ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ കിഴക്കേ കോട്ടയിലാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ആ കിഴക്കേ കോട്ടയിൽ അകത്ത് കയറി. ഇവിടെ വണ്ടി നമുക്ക് വരേണ്ടത് ഇവിടെ എവിടെയല്ലേ? എല്ലായിടത്തും നല്ല തിരക്കും ബ്ലോക്കും. ഒരു രക്ഷയില്ല കേട്ടോ, എല്ലായിടത്തും തിരക്ക് തന്നെ. കൂട്ടുകാരെ, നമ്മള് വനിതാ വികസന കോർപ്പറേഷനിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങി. മീൻ നോക്കൂ, ഈ കൊള്ളാൻ ഇവിടെ മാത്രം എടുത്ത് തണലൊക്കെ ഉണ്ട്. അതെ, സൂപ്പർ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങളായിട്ട് പോകാം. ഇപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ്റെ തന്നെ പുറത്തുള്ള ഒരു ചായക്കടയാണ്, നേരെ ഇറങ്ങുമ്പോഴത്തേക്കുള്ള ഒരു ചായക്കടയാണ്. അപ്പം നമ്മളങ്ങനെ ഇറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായക്കൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നേരെ മുൻവശത്തായിട്ട് നോക്കി ഓടയാണ്, നമ്മുടെ ഇരിക്കുന്നത് ഓടയാണ്. പക്ഷേ ഓടയുടെ ടോപ്പിൽ ഇളവി കിടക്കുക. അപ്പം ഞാൻ അത് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇവിടെയാണിത് വാക്സ് മ്യൂസിയം ഇവിടെയാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ബേക്ക് വശത്താണ് കുതിരമാളിക എന്ന് പറയുന്ന നമ്മുടെ രാജഭരണകാലത്തുള്ള ഒരു ചെറിയൊരു കൊട്ടാരം. നമ്മൾ വിചാരിച്ചു ഇവിടെ നമുക്ക് കുതിരമാളിക കാണാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുതിരമാളിക്കകത്തൊന്ന് കയറിയല്ലോ, കയറി കാണാമെന്ന് ചോദിച്ചാൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കച്ചവട കേന്ദ്രമാണ് കേട്ടോ. നമ്മളിവിടേക്ക് ഒന്ന് നടന്ന് കണ്ടു, കുറേ നടന്ന് കണ്ട് അങ്ങനെ അങ്ങ് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി, നല്ല കൊള്ളാം കേട്ടോ. ഈ ഒരുപാട് സാധനങ്ങളുള്ള ഏരിയ. ഇത്രയും കച്ചവടം ഇവിടെ നടക്കുന്നത് വളരെ ഗംഭീരം തന്നെയാണ്. അങ്ങനെ വിശപ്പെട്ടു. ശരി, നമ്മുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഉച്ച ഊണ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് നേരെ നമ്മളൊരു സ്ഥലത്ത് ഒതുക്കി. അതാ ചോറ്. ഇരയില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം പാത്രങ്ങളിലാണ് എടുത്തത്. ഓരോരുത്തർക്കും ഓരോ പാത്രം. ഓക്കെ, മീനുട്ടിയുടെ പാത്രം. മീനുട്ടിക്ക് മുട്ട ചിക്കിയത്, മരിച്ചിനി, ചോറ്. ഇവിടെ ഒരു അതൊക്കെയാണെങ്കിൽ മീൻകറി ഉണ്ട്. പിന്നെ ഇതാ ചോറ്, മരിച്ചിനി, തോര, പയർ, അത് മീൻകറി. ഓക്കെ, അപ്പം നമ്മൾ കഴിച്ചിട്ട് കാണാം. പിന്നെ നമ്മൾ കയറി നേരെ ചാലയ്ക്കകത്തോട്ടാണ് കേട്ടോ. കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ചാലയ്ക്കകത്ത്. അപ്പം ചാലയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നു ഭയങ്കര തിരക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ തിരക്ക്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചാലയ്ക്കകത്തു നിന്നും പുറത്തിറങ്ങി നമ്മളെ വണ്ടിയിലെത്തിയേ. കൂട്ടുകാരെ, അപ്പം നമ്മൾ ബാങ്കിൽ വന്നു, ബാങ്കിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പുറത്തിറങ്ങി. അപ്പം നമ്മൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സിറ്റിയിലോട്ട് കയറിയപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളായിട്ടോ പരിചയപ്പെടുത്തത്. ലോങ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റൂല. കാറിലൊക്കെ ആണെങ്കിൽ നമ്മളെ സിറ്റി ഏകദേശമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു അല്ലേ ഏട്ടാ? അതെ. എന്തായാലും വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.